ിച്ചിട്ടും പിന്നെയും പറയുന്നതെന്താ? ലജ്ജയില്ലാതെ പിന്നെയും നമ്മുടെ പേരിൽ ആവർത്തിച്ചു പറയുന്ന ആരോപണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ഒരാളോട് എന്താണ് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്ന ആ മര്യാദ പാലിക്കാതെ അല്ലാഹു നൽകിയ നാവുകൊണ്ട് ആവർത്തിച്ച് പിന്നെയും ഈ കളവ് ആവർത്തിക്കുന്നത്. ഒന്നുകൂടി കേട്ടോളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾ നോക്കൂ, ഈ മനുഷ്യൻ പറയുന്ന വാചകം എത്രമാത്രം കളവാണെന്ന് കേട്ടോളൂ. ഇവിടെ വന്ന് മൗലവി കാര്യമായി സംസാരിച്ച വിഷയമെന്താ? കാര്യമായി സംസാരിച്ചത് നമ്മളെല്ലാം സുന്നികളെല്ലാം മുശ്രിക്കീങ്ങളും കാഫിറുകളും ആണ്. അതേസമയം അബൂജഹലിൽ വിശ്വാസിയാണ്, നമ്മളൊക്കെ മുശ്രിക്കീങ്ങളാണ്. കേട്ടോ? അപ്പൊ എന്താ അതിലൂടെ വരുത്തി തീർത്തത്? നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. അഥവാ ഇയാളുടെ ശ്രമം എന്താണ് ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ്? മനസ്സിലായില്ലേ? മുജാഹിദുകളെ ഒന്ന് ശ്രോതാക്കൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കണം. സുന്നികളെ മുഴുവൻ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ മുശ്രിക്കാക്കലാണ് ഇവരുടെ പണി, കാഫിറാക്കലാണ് ഇവരുടെ പണി. എന്നിട്ടോ അബൂജഹലിനെ മോമിനാക്കുകയും ചെയ്യുകയാണ്, വിശ്വാസിയാക്കുകയും ചെയ്യുകയാണ് എന്ന നിലക്ക് പറയുമ്പോൾ നിങ്ങളൊന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഈ വിഭാഗത്തിന്റെ തൊഴിലാണ് കാഫിറാക്കൽ പരിപാടി. ഈ പേരോട് മുസ്ലിയാരടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഒരു തൊഴിലുണ്ട്. ലക്കും ലഗാനുമില്ലാതെ പുറത്തുള്ളവരെ മാത്രമല്ല, അവരുടെ അകത്തുള്ള ആളുകളെ പോലും കാഫിറാക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. വെറുതെ പറയുന്നതല്ല. ഈ കേരളത്തിൽ ഒരു സംവാദം നടന്നില്ലേ മഞ്ചേശ്വരത്ത് വെച്ച് ഇത് പറയാൻ വേണ്ടി മാത്രമായി കുറെ സമയം ചെലവഴിച്ചു. മുജാഹിദുകൾ ഇവിടെ കാഫിറാക്കുന്നുണ്ട് എന്നവരും ഇല്ല എന്ന് നമ്മളും എന്താണ് വസ്തുത എന്ന് വിശദീകരിക്കുന്ന അവസരത്തിൽ കാഫിറാക്കുന്ന പരിപാടി നിങ്ങൾക്കാണുള്ളത്, നിങ്ങളാണ് കാഫിറാക്കിയിട്ടുള്ളത്. എത്രത്തോളം നിങ്ങളുടെ പണ്ഡിതന്മാരെ വരെ നിങ്ങൾ കാഫിറാണെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ എന്ന് കൃത്യമായി നേരിട്ട് മുഖാമുഖം ഇരിക്കുന്ന സദസ്സിൽ വെച്ച് മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ചോദ്യമുണ്ടായി. ആ ചോദ്യമുണ്ടായപ്പോ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഇയാൾ നിഷേധിച്ചപ്പോ മുജാഹിദിന്റെ ഭാഗത്ത് നിന്ന് ഹനീഫ് കായക്കൊടി അദ്ദേഹം സവിസ്തരം പ്രതിപാദിച്ചങ്ങ് കൃത്യമായി തന്നെ വിശദീകരിച്ചു കൊടുത്തു. ഇതാ നിങ്ങൾ ഇങ്ങനെ ഒരാളെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന്. KVയെ സംബന്ധിച്ച് അത് കുഫിരിയത്തിലേക്ക്, പരിഭാഷ കുഫിരിയത്തിലേക്ക് അങ്ങനെ കാഫിറാക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്കിടയിലുണ്ട് എന്ന് പറഞ്ഞപ്പോ മറുപക്ഷത്തന്ന് പങ്കെടുത്ത ഇതേ പേരോട് മുസ്ലിയാര് അവിടെ ഒന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. എന്താ മൂപ്പര് പറഞ്ഞത്? മൂപ്പര് പറഞ്ഞു, ഓ മൗലവി, ഇത്ര വിവരമില്ലാതായി പോയോ നിങ്ങൾക്ക്? കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിൽ എത്തിയുന്നുണ്ടോ? ഒരാൾ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിച്ച എയർപോർട്ടിലേക്കാണ് എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയവനെ എയർപോർട്ടിലേക്കാണെന്ന് പറയുമോ? അപ്പൊ കുഫിരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കുഫിരിയത്തിൽ എത്തിയിട്ടില്ല എന്നല്ലേ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കള്ളം പറയുകയാണ്, ഞങ്ങൾ ഒരാളെയും കാഫിറാക്കിയിട്ടില്ല, നിങ്ങൾക്കത് തെളിയിക്കാനും സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോ ഹനീഫ് കായക്കൊടി കൃത്യമായി തൊണ്ടി സഹിതം അവരുടെ ഒരു രേഖയങ്ങ് പിടികൂടി വെളിച്ചത്തിട്ടപ്പോ അണ്ടിപോയ അണ്ണാനെ പോലെ വിഷണ്ണനായി നമ്മുടെ മുസ്ലിയാർ കളിക്കുന്ന കളി നിങ്ങൾക്കൊന്ന് കാണാം. ആ ചോദ്യവും മറുപടിയുമൊക്കെ, ആ മുഖത്തുണ്ടായ ഭാവമാറ്റവും ആ ഒരു വളിഞ്ഞ ചിരിയുമൊക്കെ നിങ്ങൾക്കൊന്ന് കാണാൻ സാധിക്കും. ആരാണ് കാഫിറാക്കുന്നത്, ആരെയാണ് കാഫിറാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ഈ കെ അബൂബക്കർ മുസ്ലിയാർ അതിനെ സംബന്ധിച്ചും KV മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ചും അങ്ങനെ അവരുടെ പണ്ഡിത നിരയിലെ പ്രമുഖരായ ഒരാളെ സംബന്ധിച്ച് ആ നിലക്കുള്ള വാദം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. കാഫിറാണ്, മുർത്തദ്ദാണെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് വായിച്ചപ്പോൾ മറുപടി പറയാനാകാതെ ചമ്മുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളൂ. അവിടെ മനസ്സിലാക്കാം ആരെയാണ് കാഫിറാക്കുന്നതെന്ന്. ആറന്നൂർ വൈദ്യകുട്ടി മുസ്ലിയാര് കുഫരിയത്തിലേക്ക് പറഞ്ഞതായി എഴുതി. കുഫരിയത്തിലേക്ക് കുഫറായിട്ടില്ല എന്നല്ലേ അർത്ഥം? ഒരാൾ എയർപോർട്ട് കണ്ട് എവിടത്തേക്കാ? ദുബായിലെത്തിയോ? ഇല്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ കവറായിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പോ നിങ്ങൾക്ക് മലയാളവും മനസ്സിലാകുന്നില്ല, അറബിയോ മനസ്സിലാകുന്നില്ല, മലയാളവും മനസ്സിലാകുന്നില്ല. കുഫരിയത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വന്ന് എവിടത്തേക്ക്? സൗദിയിലേക്ക്. അയാൾ സൗദിയിലെത്തിയോ? ഇല്ല.
കുഫരിയത്തിലേക്ക് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അതുകൊണ്ടാ. ഇ.കെ. വിവരമുള്ള പണ്ഡിതനാണ്. അദ്ദേഹം മറ്റൊരാളെ കാഫറാക്കുകയില്ല. ഉള്ളാളെ നിങ്ങൾ മറ്റൊരാളെ കാഫറാക്കുകയില്ല. അവരാരും ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ചോദിച്ചോളൂ. ഓരോന്നിനും വ്യക്തമായ, ക്ലിയറായ, വളരെ കറക്റ്റായ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട്. എയർപോർട്ടിലേക്കല്ല, നിങ്ങൾ എയർപോർട്ടിൽ തന്നെ എത്തിച്ചേരാം. ഇത് സിറാജ് പത്രം 1989 നവംബർ. എന്താ പറയണത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിമാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കൂറ്റനാട് മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ഇപ്പൊ എവിടെയാ കേവി ഉള്ളത്? എയർപോർട്ടിലാണോ അതല്ല എയർപോർട്ടിന് ഇപ്പുറത്താണോ? മറുഭാഗം വിശദീകരിക്കണം. ഏതായാലും ഒന്നും മൂപ്പര് സമ്മതിച്ചു. സെൽസബിയിൽ വായിച്ചാൽ അത് കിട്ടൂല. കണ്ട എന്താണ് ആ ചിരി? കണ്ടില്ലേ? എന്താണ് ആ ചിരി? മനസ്സിലായില്ലപ്പോ? കാഫറാക്കി എന്നാണ് കാണിച്ചെടുത്തപ്പോഴേ എയർപോർട്ടിലേക്ക്, അല്ലെങ്കിൽ ദുബായിലേക്ക് എന്ന് പറഞ്ഞാൽ ദുബായിലെത്തിയോ? ദുബായിലെത്തിയ കോലാണ് കാണിച്ചു കൊടുത്തു. സിറാജ് ദിനപത്രത്തിൽ നിന്ന് ഇന്ന് വരെ മിണ്ടിയോ? ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലേ? മഞ്ചേശ്വരത്ത് വെച്ച്, ഒസങ്കടിയിൽ വെച്ച്, അതുപോലെ തന്നെ ഇടമുട്ടത്ത് വെച്ച് നിങ്ങളെ ഞങ്ങൾ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ ഇവിടുന്ന് കാണിച്ചില്ലേ? എന്തേ ഈ ഭാഗം കൂടി ഒന്ന് കാണിക്കാമായിരുന്നില്ലേ? എന്തേ അതൊന്ന് കൃത്യമായി ജനങ്ങളോട് പറയാമായിരുന്നില്ലേ? അവിടെ നിന്ന് അന്ന് ഇറങ്ങിപ്പോന്നതിന്റെ ശേഷം ഇന്ന് വരെ ഈ മുസ്ലിയാർ എവിടെയെങ്കിലും പറഞ്ഞോ സിറാജിൽ നിങ്ങളുടെ ഉത്തരവാദപ്പെട്ട പത്രത്തിലാണ് എഴുതിയത്? എന്താ എഴുതിയത്? കെ.വി. മുഹമ്മദ് മുസ്ലിയാർ പരിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ വകയിൽ കാഫിറും മുർത്തദ്ദുമാണ്. സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു എന്നാണ് എഴുതിയത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധ്യമാണോ? വിടുവായത്വം വിടുന്നില്ലേ? നിങ്ങൾക്ക് പറയാനൊക്കുമോ? നിങ്ങൾ മറുപടി പറയുമ്പോൾ ഇതിനാദ്യം മറുപടി പറയണം. കാഫിറാക്കലാണ് സലഫിയുടെ പണി എന്നല്ലേ? മുശ്രിക്കാക്കലാണ് സലഫിയുടെ പണി എന്നല്ലേ? എന്നിട്ട് അബൂജഹലിനെ മോമിനാക്കലാണ് പണി എന്ന് പറഞ്ഞില്ലേ? വളരെ വിനയത്തോടു കൂടി ചോദിക്കട്ടെ, സ്വന്തം പാളയത്തിലെ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കെ.വി. മുഹമ്മദ് മുസ്ലിയാർ ഖുർആൻ പരിഭാഷ എഴുതിയതിന്റെ പേരിലാണ് നിങ്ങൾ അദ്ദേഹത്തെ കാഫിറെന്ന് എഴുതിയത്, മുർത്തദ്ദെന്ന് എഴുതിയത്. നിങ്ങൾ ഇന്ന് വരെ അത് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും നിഷേധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇയാള് പറയുന്നില്ലേ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ? അതൊന്ന് പറയൂ. നിങ്ങളുടെ പ്രസംഗത്തിൽ കെ.വിയെ ഞങ്ങൾ കാഫിറാക്കിയിട്ടില്ല എന്ന് പറയണം. അതല്ലെങ്കിൽ സിറാജിൽ എഴുതിയത് തെറ്റാണെന്ന് പറയണം. അതല്ലെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നില്ലെന്ന് പറയണം. അതല്ലെങ്കിൽ സമസ്ത സെക്രട്ടറിയുടെ ആ ഫത്വ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. അത് പറയാതെ നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇനിയും മുജാഹിദുകൾ കാഫിറാക്കുകയാണ്, മുശ്രിക്കാക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ കാഫിറാക്കൽ ഇനി ഇവരുടെ പത്രത്തിൽ എഴുതിയ ഏതെങ്കിലും വ്യക്തിയുടെ തൊഴിൽ മാത്രമാണോ? ഉള്ളാള് തങ്ങള് ആ ഉള്ളാള് തങ്ങളിലെ